ഹായ് ഓൾ. മനസ്സിൻ്റെ രണ്ട് തലങ്ങളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോടിന്ന് സംസാരിക്കാനുള്ളത്. മനസ്സിന് രണ്ട് തലങ്ങളാണ് ഉള്ളത്, ബോധമനസ്സും അബോധമനസ്സും. നമ്മുടെ ബോധമനസ്സ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മനസ്സാണ്. ബോധമനസ്സിൽ ആശയങ്ങൾ അല്ലെങ്കിൽ അറിവ്, അതായത് ഇൻഫർമേഷൻ എത്തുന്ന നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ വഴിയാണ്. 5 ഇന്ദ്രിയങ്ങൾ വഴി എത്തുന്ന ഇൻഫർമേഷൻ നമ്മുടെ തന്നെ ജീവിത തിരക്കഥയുടെ, അതായത് നമ്മുടെ ലൈഫ് സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അബോധ മനസ്സിലേക്ക് കടത്തിവിടണോ വേണ്ടയോ എന്ന ക്രിട്ടിക്കൽ ഫാക്കൽറ്റി തീരുമാനിക്കുന്നു. ക്രിട്ടിക്കൽ ഫാക്കൽറ്റിയെ മനസ്സിൻ്റെ കാവൽക്കാരനെന്നാണ് വിളിക്കുന്നത്. നമുക്ക് മാറ്റം വരണമെങ്കിൽ ആദ്യം മാറ്റം വരുത്തേണ്ടത് ബോധ മനസ്സിലാണ്. ബോധപൂർവമായി തന്നെ ബോധ മനസ്സിനെ മാറ്റണം. 80% ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കണ്ണുകളിലൂടെയാണ്. കണ്ണുകളെ നിയന്ത്രിച്ചാൽ തന്നെ നമ്മുടെ ബോധ മനസ്സിനെ നിയന്ത്രിക്കാം. നമ്മുടെ ചിന്തകൾ വന്നും പോയും ഇരിക്കുന്ന സ്ഥലമാണ് ബോധമനസ്സ്. ശരാശരി ഒരു ദിവസം 70,000-ൽ പരം ചിന്തകൾ ബോധമനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ 90% ചിന്തകൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. അതുകൊണ്ടാണ് അതേ ഫലം അല്ലെങ്കിൽ അതേ റിസൾട്ട് തന്നെ നമ്മുടെ ലൈഫിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ബോധമനസ്സിന് ഒരു പ്രാവശ്യം ഒന്നിലധികം കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവില്ല. അങ്ങനെ സംഭവിച്ചാൽ ബോധമനസ്സിന് കൺഫ്യൂഷൻ ഉണ്ടാവുകയും അത് അബോധ മനസ്സിലേക്ക് പതിയുകയുമില്ല. ഇതിനെയാണ് നമ്മൾ ഓർമ്മക്കുറവ് എന്ന് പറയുന്നത്. നമ്മുടെ ബോധമനസ്സിലേക്ക് വരുന്ന ആശയങ്ങളെ ചോദ്യം ചെയ്യുകയും ഇൻ്ററപ്റ്റർ ചെയ്യുകയും അബോധ മനസ്സിലേക്ക് കടത്തിവിടണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ക്രിട്ടിക്കൽ ഫാക്കൽറ്റിയുടെ ദൗത്യം. അതായത് മനസ്സിൻ്റെ കാവൽക്കാരനാണ് ക്രിട്ടിക്കൽ ഫാക്കൽറ്റി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ചോദ്യം ചെയ്യുന്നത്? മെൻ്റൽ പ്രോഗ്രാമർ ലൈഫ് സ്ക്രിപ്റ്റ്, അതായത് നമ്മുടെ ലൈഫിൻ്റെ തിരക്കഥ നമ്മൾ തന്നെയാണ് അതിലേക്ക് കൊടുക്കുന്നത്. എന്താണ് ജീവിത തിരക്കഥ? നമ്മുടെ അബോധ മനസ്സിൽ ഏകദേശം 9 വയസ്സിനുള്ളിൽ അടിഞ്ഞുകൂടിയ അടിസ്ഥാന വിശ്വാസം, ആശയങ്ങൾ, ഫിലോസഫി, ചിന്തകൾ എന്നിവയാണ് ലൈഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 9 വയസ്സ് വരെയുള്ള സമയം കുട്ടികളിൽ വളരെ പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത്. ഈ സമയത്താണ് കുട്ടികളിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. അബോധ മനസ്സ് ശൂന്യതകളിൽ നിന്ന് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിവുള്ള മാന്ത്രികനാണ് അബോധ മനസ്സ്. മനസ്സിൻ്റെ 90% ശക്തി അടങ്ങിയിരിക്കുന്നത് അബോധ മനസ്സിലാണ്. 10% മാത്രമേ ബോധ മനസ്സിന് ഉള്ളൂ. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയാത്ത പോലെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രത്നങ്ങൾ ചുമക്കുന്ന കഴുതയോട് നമ്മളെ ഉപമിക്കുന്നത്. അബോധ മനസ്സിൽ ബോധമനസ്സ് അംഗീകരിച്ചു വിടുന്ന ആശയങ്ങൾ, ചിന്തകൾ എന്നിവയെ മാത്രമേ അത് നേടിത്തരാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മളിൽ വരുന്ന ആശയങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അംഗീകരിച്ച് നേടിത്തരുന്നു. വരുന്ന ആശയങ്ങളെ തള്ളിക്കളയാൻ അബോധ മനസ്സിന് കഴിവില്ല. അബോധ മനസ്സ് റിയലാണോ ഇമാജിനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു ഉദാഹരണമായി, നിങ്ങളുടെ കയ്യിൽ ഒരു നാരങ്ങ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ ഒരു കത്തി കൊണ്ട് മുറിച്ച് നമ്മുടെ വായയോട് അടുപ്പിച്ച് പിഴിഞ്ഞ് വായിലോട്ട് ഒഴിക്കുക. വായിൽ വെള്ളം വരുന്നുണ്ടോ? ഇല്ലേ. വെള്ളം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഫിസിക്കലായി നാരങ്ങ നമ്മുടെ കയ്യിലില്ല. എന്നിരുന്നാലും വായ നിറഞ്ഞു അല്ലേ? മനസ്സിന് എന്താണിപ്പോൾ നമുക്ക് സംഭവിച്ചത്? എന്താണ് നമുക്ക് നല്ലത്, എന്താണ് മോശമെന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവ് ഇല്ല. നമ്മുടെ ബോധമനസ്സിൽ ആവർത്തിച്ച് ചെയ്യുന്നത് അബോധ മനസ്സ് കോപ്പി ചെയ്യുന്നു. അബോധ മനസ്സ് ഹാബിറ്റ് പാറ്റേൺ സൂക്ഷിക്കുന്നു. അതിനാലാണ് ഹാബിറ്റ് മാറ്റിയാൽ നമുക്ക് മാറ്റം ഉണ്ടാവുന്നത്. ബോധമനസ്സ് ഉറങ്ങുമ്പോൾ അബോധ മനസ്സ് ഉണരുകയും ആ കർമ്മങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അബോധ മനസ്സിന് ഹീൽ ചെയ്യാനുള്ള കഴിവ് കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് രോഗശാന്തി ലഭിക്കുന്നത്. ത്വക്കിനെ സംബന്ധിച്ച് അസുഖങ്ങൾ അബോധ മനസ്സിന് വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ബോധമനസ്സിൽ കൊണ്ടു നടക്കുന്ന രോഗചിന്തകൾ മാറ്റണമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. നമ്മുടെ ബോധമനസ്സിൽ ദീർഘകാലം രോഗചിന്തകൾ കൊണ്ടു നടന്നാൽ അതേപോലെ തന്നെ അബോധ മനസ്സ് അത് കോപ്പി ചെയ്യുകയും ആ രോഗത്തെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ അബോധ മനസ്സ് കാലത്തിന് അതീതമാണെന്ന് പറയുന്ന കാരണം മനസ്സിന് സമയവും ഒരു കാലവും ബാധകമല്ല. കാലം അബോധ മനസ്സിന് ഒരു പ്രശ്നമേ അല്ല. കാലത്തിന് അതീതമാണ് നമ്മുടെ അബോധ മനസ്സ്. അതിനാലാണ് അവബോധം ഞൊടിയിട കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ചന്ദ്രനിലേക്ക് അമേരിക്കയിലേക്ക് പോകുവാൻ വരെ സാധിക്കുന്നത്. ആയതിനാൽ ഇന്ന് ഞായറാഴ്ചയാണ്, മനസ്സിൽ നെഗറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ അതുവരെ പ്രശ്നമാണ്. മനസ്സിന് ഞായറെന്നോ തിങ്കളെന്നോ വേർതിരിവില്ല. നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റിയിലാണ് സമയത്തിനും കാലങ്ങൾക്കും പ്രാധാന്യം. എന്നാൽ മനസ്സ് എന്നത് സബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. നമുക്ക് കാണുവാൻ സാധിക്കില്ല, എന്നാൽ അറിയുവാനും
അനുഭവിക്കുവാനും ഉപയോഗിക്കുവാനും നമുക്ക് സാധിക്കും. അബോധ മനസ്സ് സമയത്തിന് അതീതമാണ്. മനസ്സിന് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാം ഇപ്പോൾ നൗ, അതായത് ഈ നിമിഷം തന്നെയാണ്. എങ്ങനെ നമ്മുടെ അവബോധം, അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ ഇതിനു മുന്നേയും പഠിച്ചിട്ടുള്ളതാണ്. അബോധ മനസ്സ് നമുക്ക് വേണ്ടി 24 ഹവർ ജോലി ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനാലാണ് നമ്മൾ ചില സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാൽ തന്നെ ബോധ മനസ്സ് ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും ഓർത്തെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ അബോധ മനസ്സിൽ എല്ലാം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് സ്വപ്നങ്ങളിലൂടെയും ഇൻസ്റ്റിങ്ക്റ്റിലൂടെയും നമുക്ക് ആ സാധനം എവിടെ വെച്ചെന്ന് കാണിച്ചു തരുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോകും, എങ്ങനെയാണിത് സംഭവിച്ചത്? ബോധ മനസ്സ് ഉറങ്ങുമ്പോൾ അബോധ മനസ്സ് ആ കർമ്മം ഏറ്റെടുത്ത് നടത്തുന്നു. മെറ്റഫോറിക്കലായി പറഞ്ഞാൽ ബോധ മനസ്സ് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അബോധ മനസ്സ് ഉണർന്നു വരുന്നു, അല്ലെങ്കിൽ അബോധ മനസ്സ് ഉറങ്ങാൻ പോകുമ്പോൾ ബോധ മനസ്സ് ഉണർന്നു വരുന്നു. നമ്മുടെ അബോധ മനസ്സ് 24/7 കേട്ടുകൊണ്ടിരിക്കുന്നതിനാലാണ് നമുക്ക് സെൽഫ് ടോക്ക് വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നെഗറ്റീവായി നമ്മളോട് തന്നെ സംസാരം ഒഴിവാക്കുക തന്നെ വേണം. കാരണം നമ്മൾ നെഗറ്റീവായി പറയുന്നത് എല്ലാം നമ്മുടെ അബോധ മനസ്സ് കരുതുന്നത് നമുക്കത് ആവശ്യമുണ്ട്, ഇതെൻ്റെ യജമാനന് ആവശ്യമാണ് എന്നാണ്. അതിനാൽ തീർച്ചയായും നമ്മൾ അബോധ മനസ്സിനെ അറിയുകയും അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.